മരട് ലഹരി കേസിൽ ഓം പ്രകാശിന്റെ മുറിയിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. ലഹരി വിരുദ്ധ നിയമപ്രകാരം നടപടികൾ തുടരാൻ കൊച്ചി സിറ്റി പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ളവരെ അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ് ജോസഫ്, നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഈ കേസിനാസ്പദമായ സംഭവം പ്രേക്ഷകർക്ക് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ യാതൊരു ബന്ധവും ഇല്ല എന്നും ലഹരി ഉപയോഗത്തിലേക്ക് കടന്നിട്ടില്ല, അങ്ങനെ അത് വളരെ ഒരു ഡേർട്ടി ബിസിനസ്സായി കണക്കാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. കൊച്ചി മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ലഹരി പാർട്ടി നടന്നത്. ഗുണ്ടാ നേതാവായ ഓം പ്രകാശും ഇയാളുടെ സുഹൃത്തായ ഷിഹാസും പിടിയിലായിരുന്നു. പിന്നീട് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ചലച്ചിത്ര താരങ്ങളുടെ പേരുകൾ കൂടി ഇതിലേക്ക് വന്നതോടുകൂടിയാണ് ഇത് ഏറെ വിവാദമായത്. ഈ സംഭവ ദിവസം തന്നെ അന്വേഷണ സംഘം ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഈ സാമ്പിളുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ കൊക്കൈൻ്റെ സാന്നിധ്യമാണ് ഈ മുറിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം എത്രമാത്രം അളവിലുള്ള കൊക്കൈൻ ഉണ്ടായിരുന്നു എന്നത് ഇനിയും വ്യക്തമല്ല. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കൊക്കൈൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടുകൂടി ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് അടക്കം കടക്കുന്നതിനെ കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന് നിയമപരമായ ചില ഉപദേശം തേടേണ്ടതുണ്ട്. കാരണം എത്രമാത്രം കൊക്കൈൻ ഈ മുറിയിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വരുന്നതേയുള്ളൂ. വളരെ ചെറിയ അളവിലാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുന്നത് എങ്കിൽ ജാമ്യം കിട്ടാൻ വകുപ്പുകളുണ്ട്. മാത്രവുമല്ല, ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചാലും അത് നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം മാത്രം ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് പോലീസ് നിലവിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വിശദമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യം കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം നടി പ്രയാഗ മാർട്ടിൻ, ശ്രീനാഥ് ഭാസി തുടങ്ങിയവരുടെ പേരുകൾ ഈ സംഭവത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഇത് അങ്ങേയറ്റം പ്രമാദമായി മാറിയത്. എന്നാൽ താൻ ഇത്തരം ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു പ്രയാഗ മാർട്ടിൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത്. ശ്രീനാഥ് ഭാസി ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അതേസമയം ചലച്ചിത്ര മേഖലയുമായി ബന്ധമുള്ള എളമക്കര സ്വദേശിയായ ബിനു എന്നയാളെ ഉൾപ്പെടെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ പല ആളുകളും നേരത്തെ തന്നെ ലഹരി മരുന്ന് കേസുകളുമായി ബന്ധമുള്ള ആളുകളാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായിരുന്നാലും ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് കൊക്കൈൻ്റെ സാമീപ്യം അല്ലെങ്കിൽ കൊക്കൈൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനാണ്. അതായത് ഒരുപക്ഷെ മുൻപ് ചോദ്യം ചെയ്ത ആളുകളെ വീണ്ടും ചോദ്യം ചെയ്തേക്കാം, അതുമല്ലെങ്കിൽ കൂടുതൽ ആളുകളെ വീണ്ടും ചോദ്യം ചെയ്തേക്കാം. അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കൊച്ചി സിറ്റി പോലീസിന്റെ തീരുമാനം. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി മരുന്നിന്റെ അളവ് എത്രമാത്രം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ കൂടി ആയാൽ മാത്രമേ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയെ സമീപിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വ്യക്തികളെ ചോദ്യം ചെയ്തിരുന്നല്ലോ പ്രദീപ് ജോസഫ്, സിനിമാ മേഖലയിലടക്കം. അത് ഈ പ്രയാഗ മാർട്ടും ശ്രീനാഥ് ഭാസിയും അല്ലാതെ മറ്റൊരാളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. വേറെയും ആൾക്കാർ ഈ സിനിമാ മേഖലയിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ചലച്ചിത്ര മേഖലയിൽ നിന്നും ഒപ്പം ടെലിവിഷൻ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ചിലരെ രഹസ്യമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ മൊഴിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇവരിൽ ചിലരുടെയെങ്കിലും ഇക്കാര്യത്തിലുള്ള ഒരു പങ്ക് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മുൻപ് പ്രയാഗ മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ താൻ ആ ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോയിരുന്നു എന്ന് മാത്രം. ഇത്തരത്തിൽ ഒരു ലഹരി പാർട്ടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു, താൻ അതിൽ പങ്കെടുത്തിട്ടുമില്ല. സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതായിരുന്നു പ്രയാഗയുടെ ചോദ്യമെന്ന് പറയുന്നത്. എന്നാൽ ശ്രീനാഥ് ഭാസി അവിടെ ഇത്തരം ചോദ്യങ്ങളൊന്നും പ്രതികരിക്കാൻ തന്നെ തയ്യാറായില്ല. എന്നാൽ പ്രയാഗ മാർട്ടിന് പോലീസ് സംശയത്തിന്റെ ഒരു ആനുകൂല്യം നൽകുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ ഇവർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല, ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതേസമയം ശ്രീനാഥ് ഭാസിയുടെ കാര്യത്തിൽ പൂർണ്ണമായ ഒരു ക്ലീൻ ചിറ്റ് പോലീസ് നൽകിയിട്ടുമില്ല. ചലച്ചിത്ര മേഖലയിലെ നിരവധി ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുന്നു എന്ന് സംശയിക്കുന്ന ചില ആളുകളുടെയും മൊഴികൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധനാ ഫലം ഇത്തരത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ കൊക്കൈൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയാണ്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ശക്തമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം.